ഹലോ, അങ്ങനെ നമ്മുടെ 50ാമത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ കാണുന്നത്. 50 വീഡിയോസ് എത്തിച്ചതിലേക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്തിട്ടാണെങ്കിലും എത്തിയല്ലോ, അതിലെനിക്ക് ഭയങ്കര സന്തോഷം. ഇത്രയൊന്നും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചല്ല കേട്ടോ. എന്നാൽ പോലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഒരു ശനിയാഴ്ചയാണ്. ശനിയാഴ്ച ആയതുകൊണ്ട് പിള്ളേരൊക്കെ എല്ലാവരും ഉണ്ട് കേട്ടോ. വീട്ടിൽ ചേച്ചിയും കുട്ടികളും എല്ലാവരും ഉണ്ട്. അപ്പോൾ ശനിയാഴ്ച യൂഷ്വലി ഞാൻ ലേറ്റ് ആയിട്ടാണ് എണീക്കാറ്. ഇന്ന് ക്ലാസ് ഇല്ല കേട്ടോ. പട്ടുവിനൊന്നും ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. ക്ലാസ് ഉള്ള ദിവസമാണെങ്കിൽ നമുക്ക് ലേറ്റ് ആയിട്ട് എണീക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് രാവിലത്തെ ടിഫിനും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും ചേച്ചിയും പിള്ളേരൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് പിള്ളേരൊക്കെ നേരത്തെ കുളിക്കും കേട്ടോ. അവർ വരുന്നുണ്ട്, അപ്പോൾ അവരുടെ കൂടെ കളിക്കാമെന്ന് പറയുമ്പം കുളിക്കാനും രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അങ്ങനെ കുറച്ച് നേരമൊക്കെ കളിച്ചിട്ട് ഉച്ചത്തെ ഫുഡും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നത് ഞാൻ എടുത്തില്ല കേട്ടോ. എപ്പോഴും ഈ ഫുഡ് ഉണ്ടാക്കൽ തന്നെയല്ലേ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും എടുത്തില്ല. ഇന്ന് സ്പെഷ്യൽ പരിപ്പ് കറിയായിരുന്നു. അതുപോലെ പിള്ളേർക്ക് എല്ലാവർക്കും ചിക്കൻ ഫ്രൈ ഇഷ്ടമായിരുന്നു. ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ ഉപ്പേരി ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി ഞങ്ങളെല്ലാവരും ലഞ്ച് കഴിച്ചു. പിന്നെ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് പട്ടുവിന് ഡാൻസ് ക്ലാസ് ഉണ്ട്. ഒരു 4:30 ഡാൻസ് ക്ലാസ് ഉണ്ട്. അപ്പോൾ അവളെ ആദ്യം റെഡിയാക്കി സെറ്റപ്പാക്കി ഇരുത്തിട്ടോ. എന്നിട്ട് ഞാനും കൊണ്ടുവിടുന്നതോടുകൂടി ഞാനും ചേച്ചിയും പാറും ചുണ്ടും കൂടിയിട്ട് ഞങ്ങളൊന്ന് പോണ്ടി ബസാർ പോയി. എല്ലാവരും ഉള്ളപ്പോൾ പട്ടുവിനെ ഇതുപോലെ ഡാൻസ് ക്ലാസ്സിൽ പോകാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അതാണ് അവളുടെ ഫേസ് അങ്ങനെ ഇരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ടി നഗറിനേക്കാളും എനിക്ക് വരാനും ഷോപ്പിംഗ് ചെയ്യാനും നടക്കാനും ഒക്കെ ഇഷ്ടം പോണ്ടി ബസാറാണ് കേട്ടോ. ഇപ്പോൾ കുറേ വീഡിയോസിൽ ഞാൻ അടുപ്പിച്ച് കാണിക്കുകയുണ്ടായി. ഇപ്പോൾ വെക്കേഷനൊക്കെ ആവാൻ പോവല്ലേ, അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങാനുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ ഓഫറും കാര്യങ്ങളും സെയിലൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്കും ഇഷ്ടമാണ്. പിന്നെ നല്ല വെയിലോ തിരക്കോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെയുള്ള നല്ലൊരു ഏരിയയാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ ഇങ്ങോട്ട് തന്നെയാണ് കേട്ടോ വന്നത്. ഇവിടെ നായിഡു ഹാൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പുണ്ട്. പക്ഷേ ഭയങ്കര റേറ്റ് കൂടുതലാണ് കേട്ടോ. നല്ല സെലക്ഷനൊക്കെ നല്ലതാണ്, പക്ഷെ നല്ല റേറ്റാണ്. കുട്ടികളുടെ കാഷ്വൽ വെയറിലേക്കൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. ഞാനിവിടെ മെയിൻലി വരുന്നത് ഈ ഒരു സെക്ഷനിൽ നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ കുട്ടികളുടെ പാവാടയും ബ്ലൗസും, അതായത് നമ്മുടെ പട്ടുപാവാട ഉണ്ടല്ലോ, അതിൽ തന്നെ നല്ല മെറ്റീരിയലും നല്ല സ്റ്റിച്ചിങ്ങും, നമ്മൾ എത്ര യൂസ് ചെയ്താലും ഫെയ്ഡാവോ നാശാവോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ 3-4 വട്ടം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾക്കിടാൻ നല്ല കംഫർട്ടബിളാണ്. ഓവർ വർക്ക് ഉള്ളതോ അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ വട്ടം പൊങ്കലിന് ഒരു ഡ്രസ്സ് എടുത്ത് കാണിക്കുകയുണ്ടായി. അതൊക്കെ ജയചന്ദ്രൻ എടുത്താണ് കേട്ടോ. ജയചന്ദ്രൻ, ശരവണ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരുമാതിരി പൊട്ട മെറ്റീരിയലാണ് കേട്ടോ കിട്ടാറുള്ളത്. കുട്ടികൾക്ക് തന്നെ ഇടാൻ ഒട്ടും സുഖം ഉണ്ടാവില്ല. പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല, നല്ല രസമാണ്. ഇട്ടാലും പട്ടു എപ്പോഴും പറയും കേട്ടോ അവരുടെ പോയിട്ട് എടുത്തിട്ട് വരാനായിട്ട്. പക്ഷേ എപ്പോൾ വന്നാലും സ്റ്റോക്ക് ഔട്ടായിരിക്കും കേട്ടോ. നമുക്ക് വേണ്ട സൈസ് കിട്ടില്ല, കൊണ്ടുവന്ന് ഇടുമ്പോഴേക്കും തീരും. ഇന്ന് വന്നപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറേ നോക്കിയായിരുന്നു. റേറ്റ് വരുന്നത് ഒരു ഡ്രസ്സിന് ഒരു 1100 1500 തൊട്ടിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇതേ മെറ്റീരിയൽ നമ്മൾ പുറത്തൊക്കെ വാങ്ങിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത് വർക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ എന്തായാലും 2000 എബോവ് വരും. കഴിഞ്ഞ വട്ടം ഞാൻ പട്ടുവിനൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. പിന്നെ നമുക്ക് അധികം നാളിടാനും പറ്റില്ല. പട്ടുവിനൊക്കെ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു 6 മാസം മാക്സിമം, അതിലും കൂടുതൽ എന്ത് ഡ്രസ്സാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ റെഡിമെയ്ഡാണ് കൂടുതലും എടുക്കാറുള്ളൂ. പാറുൻ്റെ പാട്ടേതാ? അങ്ങനെ ഞങ്ങൾ 3 പേർക്കും ഏകദേശം ഒരേ ടൈപ്പിലുള്ള 3 കളേഴ്സ് എടുത്തിട്ടാണ് കേട്ടോ പുറത്തോട്ട് ഇറങ്ങിയത്. പക്ഷേ പട്ടുവിനെ കൊണ്ട് പോകാത്തതുകൊണ്ട് അവളുടെ ആ സൈസ് ഭയങ്കര വലുതായിരുന്നു. അപ്പോൾ അത് നെക്സ്റ്റ് ഡേ വന്നിട്ട് ഞാൻ മാറ്റുണ്ടായി. എന്നിട്ട് പട്ടുവിനെ ഒരു ടൈപ്പും ഇവർ 2 പേർക്കും ഒരേ മോഡൽ അങ്ങനെയാണ് എടുത്തത്. അപ്പോൾ കുറച്ച് ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചാണ്. പിന്നെ ഇവരുടെ ഡ്രസ്സുകളൊന്നും നമുക്ക് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് അവിടെ പോയി തപ്പിയാൽ കിട്ടില്ല കേട്ടോ. അത് ഇടുമ്പോഴേക്കും തീരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചു. പിന്നെ ഞങ്ങൾ ബോംബെ കുൽഫി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോളുണ്ട്, അവിടേക്കാണ് കേട്ടോ പോയത്. ഞാൻ ആദ്യമായിട്ടാണ് ബോംബെ കുൽഫിയുടെ കുൽഫി കഴിക്കുന്നത്. കുൽഫി ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവരുടെ കുൽഫി ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പുറത്തുനിന്ന് വാങ്ങുന്നതൊക്കെ കയ്യിൽ പിടിക്കുമ്പോൾ ഇങ്ങനെ അലിഞ്ഞ് ആകെ കയ്യിലൊക്കെ ഒട്ടുന്ന പോലെ തോന്നും. പക്ഷേ ഇത് ഭയങ്കര, നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ ഐസ് ഉണ്ടാക്കില്ലേ, അതേ ടേസ്റ്റ്, നല്ല സൂപ്പറായിരുന്നു. ഒരു കുൽഫിക്ക് 60 രൂപയാണ് കേട്ടോ. പക്ഷേ നല്ല അടിപൊളിയായിരുന്നു.
പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമായി. ചോക്ലേറ്റ്, സ്ട്രോബെറി, പിന്നെ സ്ട്രോബെറി ബദാം, അങ്ങനെ മൂന്നും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലേവർ, അങ്ങനെ മൂന്നും നമ്മൾ കഴിച്ചായിരുന്നു. എല്ലാവർക്കും നല്ല ഇഷ്ടമായി കേട്ടോ. പിന്നെ എനിക്കിങ്ങനെ കഴിക്കാത്ത സാധനങ്ങൾ, കഴിക്കാത്ത ബ്രാൻഡ് സാധനങ്ങൾ, അതുപോലെ കാണാത്ത സ്ഥലങ്ങൾ, കാണാത്ത കടകൾ, അങ്ങനെയൊക്കെ ഒരു ഇഷ്ടമാണ് കേട്ടോ ഇപ്പം. പിന്നെ അത് കഴിഞ്ഞിട്ട് ചേച്ചിക്ക് അത് അത്ര ഇഷ്ടമല്ല. ചേച്ചിക്ക് ഐസ്ക്രീം, പിന്നെ ഇങ്ങനെ തണവുള്ള സാധനങ്ങളോ അതൊന്നും അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ചേച്ചിക്ക് നമ്മുടെ കടലയുണ്ടല്ലോ, കടലയും നമ്മൾ അന്ന് കഴിച്ച കടലയും പൊരിയൊക്കെ ഇട്ടിട്ടുള്ള സാധനം, അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് പോണ്ടി ബസാർ നല്ല സൂപ്പറാണ് കേട്ടോ. ഞങ്ങൾ അന്ന് വാങ്ങി ടി നഗറിന്ന് വാങ്ങിയത് ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. കുറേ ചാറ്റ് മസാലയൊക്കെ ഇട്ടിട്ട് ആകെ നാശകോശാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവരുടെ നല്ല ടേസ്റ്റാണ്. ഈ സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിക്കുന്നത് നല്ല ടേസ്റ്റാണ്. അത് ചിലവരുണ്ടാക്കുന്നതിൻ്റെയാണെന്ന് തോന്നുന്നു. ചിലത് നല്ല ടേസ്റ്റ് ഉണ്ടാവും, ചിലത് പോരാ. അങ്ങനെ ഞങ്ങൾ അത് 1-2 സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ ഒരു 1-2 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ അത് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അപ്പോൾ പാറും ചുണ്ടും നല്ല കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും ഇങ്ങനെ പുറത്തിങ്ങനെ ഒരുമിച്ച് നടക്കാൻ നല്ല ഇഷ്ടമാണ്. ഈ 2 കളേഴ്സാണ് ഞാൻ വാങ്ങിയത്. ഗ്രീൻ പട്ടൂനിയും ബ്ലൂ ചുണ്ടൂനിയും വാങ്ങിയതാണ്. പക്ഷേ ഈ ഗ്രീൻ നല്ല കളറാണ്, പക്ഷേ പട്ടൂന് ഒട്ടും ചേരുന്നുണ്ടായിരുന്നില്ല. പട്ടു ഇതിടുമ്പോൾ ഭയങ്കര ഡാർക്കായിട്ട് പോണ പോലെ. ചുണ്ടിന് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ പട്ടുവിനത് ഭയങ്കര വലിയ സൈസും ആയതുകൊണ്ട് ഞാനത് മാറ്റിയായിരുന്നു. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.